ഹായ്, എല്ലാവർക്കും ഡൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ്. അപ്പോൾ ടൈം കളയാതെ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ശബ്ദം ഒരു എന്ത് തരംഗത്തിന് ഉദാഹരണമാണ്? അനുർദൈർഘ്യ തരംഗമാണ്. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ഏത് തരം തരംഗമാണ്? അനുർദൈർഘ്യ തരംഗമാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം അത് ഖരമാണ്. അപ്പോൾ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരത്തിലൂടെയാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് സ്റ്റീലാണ്. അപ്പോൾ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് സ്റ്റീലാണ്. ശബ്ദവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം അത് വാതകമാണ്. അപ്പോൾ ശബ്ദവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? അത് വാതകമാണ്. അന്തരീക്ഷത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അന്തരീക്ഷത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അത് റേഡിയോ ആണ്. അപ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? അത് റേഡിയോ ആണ്. കാരണം എന്താണ്? അവിടെ വായുവില്ലാത്തതുകൊണ്ടാണ്. ബഹിരാകാശത്തുണ്ടാകുന്ന സ്ഫോടനങ്ങളുടെ ശബ്ദം ഭൂമിയിലെത്താത്തതിന് കാരണം എന്താണ്? അത് വായുവിൻ്റെ അസാന്നിധ്യമാണ്. വായു ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കേൾക്കാൻ പറ്റാത്തത്. ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോണാണ്. അപ്പോൾ ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? അത് മൈക്രോഫോണാണ്. അന്തരീക്ഷത്തിലെ ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പ്രവേഗം എന്ത് ചെയ്തു? കൂടുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രവേഗം കൂടുന്നു. ശ്രവണ സഹായിയിൽ വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആംപ്ലിഫയറാണ്. അപ്പോൾ ശ്രവണ സഹായിയിൽ വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ആംപ്ലിഫയറാണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ്. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാണ്? അത് ഗാൾട്ടൺ വിസിലാണ്. ഇപ്പോൾ ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? 30,000 ഹെർട്സാണ്. അപ്പോൾ ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദ പരിധി എത്രയാണ്? 30,000 ഹെർട്സാണ്. ആശുപത്രി മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധി 40 ഡെസിബലാണ്. അപ്പോൾ ആശുപത്രി മേഖലകളിൽ അനുവദനീയമായ ശബ്ദപരിധി എത്രയാണ്? 40 ഡെസിബലാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? എത്ര മുതൽ എത്ര വരെയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്ര വരെയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഉയർന്ന പരിധി അത് എത്രയാണ്? 90 ഡെസിബലിന് മുകളിലുള്ള ഏതൊരു ശബ്ദവും എന്താണ്? അത് ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഉയർന്ന പരിധി എത്രയാണ്? 90 ഡെസിബലിന് മുകളിലാണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാക്കുന്ന തരംഗം ഇൻഫ്രാസോണിക് തരംഗമാണ്. അപ്പോൾ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ വഴി ഉണ്ടാകുന്ന തരംഗം ഏതാണ്? ഇൻഫ്രാസോണിക് തരംഗമാണ്. മഴക്കാലത്ത് വേനൽക്കാലത്തേക്കാൾ ശബ്ദത്തിന് വേഗം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ മഴക്കാലത്ത് വേനൽക്കാലത്തേക്കാൾ ശബ്ദത്തിന് വേഗം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവ് എന്തെന്ന് പറയും? ഉച്ചത എന്ന് പറയും. അപ്പോൾ ശബ്ദം ഒരാളുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവ് എന്തെന്ന് പറയും? ഉച്ചത എന്ന് പറയും. ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബെല്ലാണ്. അപ്പോൾ ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബെല്ലാണ്. പുരുഷ ശബ്ദം, സിംഹത്തിൻ്റെ അലറൽ എന്നിവ എന്ത് കൂടിയ ശബ്ദങ്ങളാണ്? അത് സ്ഥായി കൂടിയ ശബ്ദങ്ങളാണ്. അപ്പോൾ പുരുഷ ശബ്ദം, സിംഹത്തിൻ്റെ അലറൽ എന്നിവ എന്ത് കൂടിയ ശബ്ദങ്ങളാണ്? സ്ഥായി അല്ലെങ്കിൽ പിച്ച് കൂടിയ ശബ്ദങ്ങളാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിന് എന്ത് കൂടുതലായിരിക്കും? അത് ശ്രുതി അല്ലെങ്കിൽ കൂർമതയാണ് കൂടുതൽ. അപ്പോൾ സ്ത്രീകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ശബ്ദത്തിന് എന്ത് കൂടുതലാണ്? അത് ശ്രുതി അല്ലെങ്കിൽ കൂർമതയാണ് കൂടുതൽ. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിച്ച ദൂരം അതാണ് തരംഗദൈർഘ്യമെന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിച്ച ദൂരമാണെന്ത്? തരംഗദൈർഘ്യമെന്ന് പറയുന്നത്. വായുവിൻ്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ശബ്ദവേഗം എത്രയാണ്? 343 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ വായുവിൻ്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗം എത്രയാണ്? 343 മീറ്റർ പെർ സെക്കൻഡാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ കാണുന്നതിന് കാരണം
അത് പ്രകാശത്തിൻ്റെ വേഗം ശബ്ദത്തേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ആദ്യം അത് കാണുന്നത്. അപ്പോൾ ഇടിമിന്നലുണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ കാണുന്ന കാരണം എന്താണ്? നമ്മുടെ ശബ്ദത്തേക്കാൾ വേഗത എന്തിനാണ്? നമ്മുടെ പ്രകാശത്തിനാണ്. തേനീച്ചയുടെ ചിറകുകളുടെ കമ്പനത്തിൻ്റെ ആവൃത്തി 300 ഹെർട്സ് ആണ്. അപ്പോൾ തേനീച്ചയുടെ ചിറകുകളുടെ കമ്പനത്തിൻ്റെ ആവൃത്തി എത്രയാണ്? അത് 300 ഹെർട്സ് ആണ്. ശബ്ദത്തിൻ്റെ വേഗത്തേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗത്തെ സൂചിപ്പിക്കുന്ന പേരെന്താണ്? ഹൈപ്പർസോണിക്കാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗത്തേക്കാൾ 5 ഇരട്ടി വേഗത കൂടിയതിനെ സൂചിപ്പിക്കുന്ന എന്താണ്? അത് ഹൈപ്പർസോണിക്കാണ്. സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമായ സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് തരംഗമാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമായ സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക് തരംഗമാണ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം അളക്കുന്നത് എന്താണ്? മാക് നമ്പറാണ്. അപ്പോൾ സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? മാക് നമ്പറാണ്. മാക് നമ്പർ 1-ൽ കൂടുതലായാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അത് ശബ്ദത്തേക്കാൾ കൂടിയ വേഗമാണ്. അപ്പോൾ മാക് നമ്പർ 1-ൽ കൂടുതലായാൽ എന്താണ് പറയുന്നത്? ശബ്ദത്തേക്കാൾ കൂടിയ വേഗമാണ്. അപ്പോൾ ഒരു മാക് നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ്. കോൺകോഡ് വിമാനങ്ങളുടെ വേഗം 2 മാക് നമ്പറാണ്. അപ്പോൾ കോൺകോഡ് വിമാനങ്ങളുടെ വേഗം എത്രയാണ്? 2 മാക് നമ്പറാണ്. നിശബ്ദ മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധി 60 ഡെസിബലാണ്. അപ്പോൾ നിശബ്ദ മേഖലകളിലെ അനുവദനീയമായ ശബ്ദപരിധി എത്രയാണ്? അത് 60 ഡെസിബലാണ്. ശബ്ദത്തിൻ്റെ സഹായത്തോടെ വിമാനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം ടാക്കോമീറ്ററാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ സഹായത്തോടെ വിമാനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? ടാക്കോമീറ്ററാണ്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്ററാണ്. അപ്പോൾ ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോമീറ്ററാണ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പാണ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓസിലോസ്കോപ്പാണ്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗം അത് സൂപ്പർസോണിക് എന്ന് പറയുന്നു. അപ്പോൾ ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ എങ്ങനെ പറയുന്നു? സൂപ്പർസോണിക് എന്ന് പറയുന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗം എന്താണ്? നേരത്തെ പറഞ്ഞു ഹൈപ്പർസോണിക്കാണ്. അപ്പോൾ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ ഏത് പേരിൽ പറയുന്നു? ഹൈപ്പർസോണിക് എന്ന് പറയുന്നു. ശബ്ദത്തിൻ്റെ പകുതി വേഗത്തെ എങ്ങനെ പറയുന്നു? സബ്സോണിക് എന്ന് പറയുന്നു. അപ്പോൾ ശബ്ദത്തിൻ്റെ പകുതി വേഗം എങ്ങനെ പറയുന്നു? സബ്സോണിക് എന്ന് പറയുന്നു. ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോണാണ്. അപ്പോൾ ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? അത് മൈക്രോഫോണാണ്. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ലൗഡ് സ്പീക്കറാണ്. അപ്പോൾ വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? അത് ലൗഡ് സ്പീക്കറാണ്. ശബ്ദം പ്രസരിക്കുന്ന ദിശയ്ക്ക് ലംബമായി 1 യൂണിറ്റ് വിസ്തീർണമുള്ള സ്ഥലത്ത് യൂണിറ്റ് സമയത്ത് പതിക്കുന്ന ശബ്ദോർജ്ജത്തിൻ്റെ അളവ് അതാണ് ശബ്ദ തീവ്രത എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദം പ്രസരിക്കുന്ന ദിശയ്ക്ക് ലംബമായി 1 യൂണിറ്റ് വിസ്തീർണമുള്ള സ്ഥലത്ത് യൂണിറ്റ് സമയത്ത് പതിക്കുന്ന ശബ്ദോർജ്ജത്തിൻ്റെ അളവാണെന്ത്? ശബ്ദ തീവ്രത എന്ന് പറയുന്നത്. നാം കേൾക്കുന്ന ശബ്ദം എത്ര സെക്കൻഡ് സമയം ചെവിയിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്? 10-1. അപ്പോൾ നാം കേൾക്കുന്ന ശബ്ദം എത്ര സെക്കൻഡ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്? 10-1 സെക്കൻഡ് ചെവിയിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു അനുഭവത്തെയാണെന്ത്? ശ്രവണസ്ഥിരത എന്ന് പറയുന്നത്. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പതിക്കുന്ന ശബ്ദത്തിൻ്റെ എന്താണത്? അത് ആവർത്തന പ്രതിപതനമാണ്. അപ്പോൾ ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്ന അത് ശബ്ദത്തിൻ്റെ എന്താണ്? ആവർത്തന പ്രതിപതനമാണ്. സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തുന്ന ശബ്ദ പ്രതിഭാസം ആവർത്തന പ്രതിപതനമാണ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തുന്ന ശബ്ദ പ്രതിഭാസം ഏതാണ്? ആവർത്തന പ്രതിപതനമാണ്. ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അനുരണനമാണ്. അപ്പോൾ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം എന്താണ്? അതാണ് അനുരണനം. പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ കുറഞ്ഞ ദൂരം 17 മീറ്ററാണ്. അപ്പോൾ പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ
കുറഞ്ഞ ദൂരം എത്രയാണ്? 17 മീറ്ററാണ്. വരണ്ട വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ വരണ്ട വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? അനുനാദമാണ്. അപ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ശബ്ദത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? അനുനാദം മൂലമാണ്. സിനിമാ തിയേറ്ററുകളിൽ ചുവരുകൾ പരുക്കനായി നിർമ്മിക്കുന്നത് എന്തിനാണ്? പ്രതിധ്വനി ഒഴിവാക്കാനാണ്. അപ്പോൾ സിനിമാ തിയേറ്ററുകളിൽ ചുമരുകൾ പരുക്കനായി നിർമ്മിക്കുന്നത് എന്തിനാണ്? പ്രതിധ്വനി ഒഴിവാക്കാനാണ്. തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണം ശബ്ദത്തിൻ്റെ അനുനാദം കാരണമാണ്. ഇപ്പോൾ തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോകാൻ അനുവദിക്കാത്തതിന് കാരണം എന്താണ്? ശബ്ദത്തിൻ്റെ അനുനാദമാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം എക്കോ ലൊക്കേഷനാണ്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം ഏതാണ്? അതാണ് എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് ശബ്ദമാണ്. അപ്പോൾ എക്കോ ലൊക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് ശബ്ദമാണ്. സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്ന ജീവി വവ്വാലാണ്. അപ്പോൾ സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുന്ന ജീവി ഏതാണ്? അത് വവ്വാലാണ്. വ്യത്യസ്ത ഇനം സംഗീതോപകരണങ്ങളുടെ ശബ്ദം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദ ഘടകം അത് ടിമ്പറാണ്. അപ്പോൾ വ്യത്യസ്ത ഇനം സംഗീതോപകരണങ്ങളുടെ ശബ്ദം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദഘടകം ഏതാണ്? അത് ടിമ്പറാണ്. ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതിന് കാരണം ആവർത്തന പ്രതിപതനമാണ്. അപ്പോൾ ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? ആവർത്തന പ്രതിപതനമാണ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാറ്റാക്കോസ്റ്റിക്സ് ആണ്. അപ്പോൾ പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് പറയുന്നു? കാറ്റാക്കോസ്റ്റിക്സ് എന്ന് പറയുന്നു. താഴ്ന്ന ശ്രുതിയിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടം അതാണ് ബാസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴ്ന്ന ശ്രുതിയിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടത്തെ പറയുന്ന പേരെന്താണ്? അതാണ് ബാസ് എന്ന് പറയുന്നത്. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം അത് അവരുടെ ചിറകുകളുടെ കമ്പനം മൂലമാണ്. ഇപ്പോൾ കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം എന്താണ്? അവയുടെ ചിറകുകളുടെ കമ്പനമാണ്. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത അത് ടിമ്പറാണ്. അപ്പോൾ വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നു? അത് ടിമ്പർ എന്ന് പറയുന്നു. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം എന്ത് ചെയ്യുന്നു? തരംഗദൈർഘ്യം കുറയുന്നു. അപ്പോൾ സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം എന്ത് ചെയ്യുന്നു? തരംഗദൈർഘ്യം കുറയുന്നു. അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.